Hi students. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 4ന്റെ കുറച്ചൊരു പോർഷൻസ്, അതായത് ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് എന്താണ്, ട്രാൻസ്ഫർ ഇംപെഡൻസ് എന്താണ് എന്നൊക്കെയുള്ള കുറച്ച് പോർഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. മൊഡ്യൂൾ 4ലെ ടോപ്പിക്സ് ആണ്. അതായത് മൊഡ്യൂൾ 4ൽ നമ്മൾ കവർ ചെയ്തത് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്, ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസും ട്രാൻസ്ഫർ ഫംഗ്ഷൻസും. ഡിഫറെന്റ് ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസ് കണ്ടു, ട്രാൻസ്ഫർ ഫംഗ്ഷൻസും ഡിഫറെന്റ് ടൈപ്സ് കണ്ടു. പിന്നെ ഒരു ഫംഗ്ഷൻ തന്നാൽ അത് ഡ്രൈവിംഗ് പോയിന്റ് ആണോ ട്രാൻസ്ഫർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ പോൾസ് എന്താണ്, സീറോസ് എന്താണ് എന്നുള്ളതാണ്. പിന്നെ ഈ പോൾ സീറോ നമ്മൾ ഒരു 2-dimensional പ്ലോട്ടിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളും, പിന്നെ ടൈം ഡൊമൈൻ റെസ്പോൺസ് ഫ്രം പോൾ സീറോ പ്ലോട്ട്, അതായത് നമ്മൾ സാധാരണ ഒരു ഫ്രീക്വൻസി ഡൊമൈനിലെ ഇക്വേഷൻ അല്ലെങ്കിൽ എസ് ഡൊമൈനിലെ ഇക്വേഷനെ നമ്മൾ ടൈം ഡൊമൈനിലേക്ക് ആക്കുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എസ്സിൽ തരുവാണെങ്കിൽ, ഇക്വേഷൻ എസ്സിൽ തരുവാണെങ്കിൽ അതിനെ ടിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോൾ സീറോ പ്ലോട്ട് വെച്ചിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത്. പോൾ സീറോ പ്ലോട്ട് വെച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിക്കുന്നതിന് പകരം പാർഷ്യൽ ഫ്രാക്ഷൻ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യവും കൂടെയാണ്, പ്രോബ്ലംസും കൂടെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് ഷെയർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ പോൾ സീറോ പ്ലോട്ട് എന്താണെന്ന് നോക്കാം. പോൾ സീറോ പ്ലോട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് പോൾസും സീറോസും ഉണ്ടാവും. അപ്പൊ ആ പോൾസും സീറോസും നമ്മളൊരു ഗ്രാഫിനകത്തേക്ക് മാപ്പ് ചെയ്ത് വെക്കുന്ന പ്ലോട്ടിനെയാണ് നമ്മൾ പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത്. എ പോൾ സീറോ പ്ലോട്ട് ഷോസ് എ ലൊക്കേഷൻ ഇൻ the complex plane of the poles and zeros of the transfer function of a dynamic system. ഒരു ഡൈനാമിക് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ എടുത്താൽ അതിന്റെ പോൾസും സീറോസും കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ നമ്മൾ ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്താൽ ദാറ്റ് ഗ്രാഫ് ഈസ് കോൾഡ് പോൾ സീറോ പ്ലോട്ട്. ഒരു കോംപ്ലക്സ് പ്ലെയിൻ ആണ്, അതിനകത്ത് റിയൽ പാർട്ടും ഉണ്ട് ഇമാജിനറി പാർട്ടും ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാനുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് പോൾസും സീറോസും കണ്ടുപിടിക്കണം. പോൾസ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒബ്റ്റെയിൻ ദ പോൾ സീറോ പ്ലോട്ട് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. അപ്പൊ ഒരു എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നേക്കും, ഒരു ന്യൂമറേറ്ററും കാണും, ഒരു ഡിനോമിനേറ്റർ പോളിനോമിയലും കാണും. ഇവിടെ തന്നിരിക്കുന്ന എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മള് പോൾസ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്ററിന്റെ പോളിനോമിയലിനെ ഇക്വേറ്റഡ് ടു സീറോ ചെയ്താൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന റൂട്ട്സിനെ നമ്മൾ പോൾസ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ന്യൂമറേറ്റർ പോളിനോമിയലിനെ ഇക്വേറ്റഡ് ടു സീറോ ചെയ്താൽ അന്നേരം കിട്ടുന്ന റൂട്ട്സിനെ സീറോസ് ഓഫ് എ നെറ്റ്വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം നിങ്ങൾ ന്യൂമറേറ്റർ ഇക്വേറ്റഡ് ടു സീറോ ചെയ്യുക. അപ്പൊ എസിന്റെ വാല്യൂസ് ഏതൊക്കെ വരുന്നു അതാണ് സീറോസ്. ദെൻ നെക്സ്റ്റ് ഡിനോമിനേറ്റർ ഇക്വേറ്റഡ് ടു സീറോ ചെയ്യുക. അപ്പൊ എസിന്റെ വാല്യൂസ് എന്ത് വരുന്നു അത് പോൾസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റഡ് ടു സീറോ ചെയ്യാണ് പോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പൊ എസിന് എന്തൊക്കെ കിട്ടും? എസ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്നും കിട്ടും, എസ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്നും കിട്ടും. അപ്പൊ എസ് ഈക്വൽ ടു എന്തൊക്കെ വാല്യൂസ് വരും? -1 ആൻഡ് -3. അപ്പൊ ഇത് രണ്ടുമാണ് ഈ ഒരു എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പോൾസ് എന്ന് പറയുന്നത്. എസ് ഈക്വൽ ടു -1ലും -3ലും നമുക്ക് ഓരോ പോളുകൾ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്ററിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യും. ഇതിന്റെ ന്യൂമറേറ്റർ എന്താ? എസ് ഇൻറ്റു എസ് പ്ലസ് 2 ആണ് ഇതിന്റെ ന്യൂമറേറ്റർ. അതിനെ ഇക്വേറ്റഡ് ടു സീറോ ചെയ്താൽ ആദ്യത്തെ ടേം എസ് ഈക്വൽ ടു 0, രണ്ടാമത്തെ ടേം എസ് പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എസ് ഈക്വൽ ടു 0 കിട്ടും, എസ് ഈക്വൽ ടു -2 കിട്ടും. അപ്പൊ സീറോസിന്റെ ലൊക്കേഷൻ ഒറിജിൻ ആയിട്ടുള്ള 0യും പിന്നെ -2 ആണ് സീറോയുടെ ലൊക്കേഷൻ. ഇനി നമ്മുടെ പോൾ സീറോ പ്ലോട്ട്. പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത് 2-dimensional പ്ലോട്ട് ആണ്. ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. അതിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്ന റിയൽ പാർട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് ഇറ്റ് ഈസ് കോൾഡ് സിഗ്മ. ഓക്കെ, ഈ സൈഡ് ആകുമ്പോൾ സിഗ്മ വരും, ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ -സിഗ്മ വരും. ഇനി ഇമാജിനറി പാർട്ട് ഉണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യാനാണ് ഈ വൈ ആക്സിസ് ഉള്ളത്. അതെന്ന് പറയുന്നത് ജെ ഒമേഗയും -ജെ ഒമേഗയാണ്. അതായത് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന പോസിറ്റീവും താഴോട്ട് വരുന്നത് നെഗറ്റീവും ആയിരിക്കും.
അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ആദ്യം നമുക്ക് സീറോസ് ലൊക്കേറ്റ് ചെയ്യാം. ആദ്യം സീറോസ് ആണ്. സീറോസ് ഏതൊക്കെയാ കിട്ടിയേക്കുന്നത്? നമുക്ക് 0യും -2 ആണ് സീറോസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാ ഗ്രാഫിൽ വരയ്ക്കണം. 0 എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കും. നമ്മൾ 0 റെപ്രസെന്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു സർക്കിൾ വരച്ചിട്ടാണ്, ചെറിയൊരു സർക്കിൾ വരച്ചിട്ടാണ് സീറോയുടെ പൊസിഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ 0യിലും -2യിലുമാണ് ഓരോ 0 കിട്ടിയത്. സോ അത് ഈ ഒരു സർക്കിൾ റൗണ്ട് വരച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ സീറോയുടെ ലൊക്കേഷൻ. ഇത്രയേ ഉള്ളൂ. ഇനി പോൾസ് നമുക്ക് ഏതൊക്കെയാ കിട്ടിയത്? പോൾസിൻ്റെത് -1ഉം -3ഉം ആണ്. ഡിനോമിനേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്തപ്പോൾ കിട്ടിയ പോൾസ്. അപ്പൊ ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഡു മാർക്ക് വെച്ചിട്ടാണ്. കണ്ടോ? ഇൻഡു മാർക്ക് വെച്ചിട്ട് -1ലും -3ലും പോൾസ് നമ്മൾ വരച്ചു. ഇതാണ് പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പോൾ സീറോ പ്ലോട്ട് കംപ്ലീറ്റ് ആയി. അതിനകത്ത് സീറോസും നമ്മൾ വരച്ചിട്ടുണ്ട്, പോൾസും വരച്ചിട്ടുണ്ട്. സീറോസ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സർക്കിൾ ആൻഡ് പോൾസ് ആർ റെപ്രസെന്റഡ് ബൈ ഇൻഡു മാർക്ക്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ന്യൂമറേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്യുക, ദെൻ ഡിനോമിനേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്യുക. ന്യൂമറേറ്ററിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് സീറോസ് ആയിരിക്കും, ഡിനോമിനേറ്ററിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് പോൾസ് ആയിരിക്കും. അതൊരു പ്ലോട്ട് വരച്ച് അതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കണം. ഇത്രേ ഉള്ളൂ പോൾ സീറോ പ്ലോട്ടിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ 2 എണ്ണം ഹോംവർക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് s+2 ദ ഹോൾ സ്ക്വയർ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ s+2 ഇൻറ്റു s+2 എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 2 പോൾ ഒരേ ലൊക്കേഷനിൽ കിട്ടും. s+2 എന്ന് പറയുമ്പോൾ s ഈക്വൽ ടു -2 അല്ലേ വരിക, ഈക്വേറ്റഡ് ടു 0 ചെയ്യുമ്പോൾ. അപ്പൊ 2 പോള് -2ല് വരും. അപ്പൊ ഒന്നിന്റെ മുകളിലായിട്ട് ഇൻഡു മാർക്ക് ഇട്ട് വെച്ചിരുന്നാൽ മതി. ഒരു ഇൻഡു മാർക്ക് ഇട്ടുക, അതിന്റെ തൊട്ട് മുകളിലായിട്ട് അടുത്തൊരു ഇൻഡു മാർക്ക് കൂടെ ഇട്ട് വെച്ചിരുന്നാൽ മതി. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. സെപ്പറേറ്റ് ആയിട്ടുള്ള പോൾസാ, സീറോസും അതേപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇത് 2 ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോൾസും സീറോസും ഇമാജിനറിയും കൂടെ വരും. അത് അങ്ങനത്തെ ടൈപ്പ് ആണ്. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. f(s) is equal to s into s+2 divided by s+1 plus j into s+1 minus j. അപ്പൊ ആദ്യം നമ്മൾ ന്യൂമറേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്യാം അല്ലേ? അപ്പൊ സീറോസ് കിട്ടാൻ വേണ്ടി ന്യൂമറേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്യാം. അപ്പൊ s into s+2 ഈക്വൽ ടു 0. റൂട്ട്സ് എടുക്കുമ്പോൾ s ഈക്വൽ ടു 0യും വരും, s ഈക്വൽ ടു -2 വരും. അപ്പൊ 0യിലും -2യിലും നമുക്ക് സർക്കിൾ ഇടണം. അതാണ് ഈ വരച്ചിരിക്കുന്നത്. നോക്കിക്കേ, പോൾ സീറോ പ്ലോട്ട് വരച്ചു. വരയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആക്സസുകൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്തിരിക്കണം, കുറച്ച് ഡിവിഷൻസ് മാർക്ക് ചെയ്തിരിക്കണം. അല്ലാതെ വെറുതെ ഒരു വര ഇട്ടിട്ട് 0യും -2 മാത്രം വരച്ചിട്ട് വട്ടമിട്ട് വെക്കരുത്. ഫുള്ള് ഗ്രാഫ് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടിയ സീറോയുടെ ലൊക്കേഷൻ ഒന്ന് 0യിലും ഒന്ന് -2യിലും ആയിരുന്നു. അവിടെ 2 സർക്കിൾ ഇട്ട് വെച്ചു. ഇനി അടുത്തത് ക്വസ്റ്റ്യന്റെ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റഡ് ടു 0 ചെയ്യണം. അപ്പൊ എന്ത് കിട്ടി? s+1 plus j into s+1 minus j equal to 0. അപ്പൊ ഓരോ ടേമിനെ ഇക്വേറ്റഡ് ടു 0 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് s ഈക്വൽ ടു -1 മൈനസ് ജെയും s ഈക്വൽ ടു -1 പ്ലസ് ജെയും ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് 2 പോൾസ് കിട്ടിയേക്കുന്നത് ഇമാജിനറിയും കൂടെ ഉള്ളതാണ്. -1 മൈനസ് ജെയും -1 പ്ലസ് ജെയും. ഓക്കെ, നമ്മൾ വരയ്ക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് റിയൽ പാർട്ട് -1 ആണ്. ഇതിനകത്ത് റിയൽ പാർട്ട് 2ലും -1 ആണ്. ഇമാജിനറി പാർട്ടാണ് മാറി -jയും +jയും ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം നമ്മൾ -1 പ്ലസ് ജെ എങ്ങനെ മാർക്ക് ചെയ്യും? -1 നിന്നും എടുക്കണം. അതേപോലെ ഈ ആക്സസ് ആണ് ഇമാജിനറി ആക്സസ്. അതിനകത്ത് J1 ആണ് ഇല്ലേ? J1നെയാണ് J എന്ന് എഴുതുന്നത്. അപ്പൊ ഇവിടെ 1 നിന്നും കൂടെ മാർക്ക് ചെയ്ത് ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിലായിരിക്കും ആദ്യത്തെ പോള്. -1 മൈനസ് ജെ, -1 പ്ലസ് ജെ. ഓക്കെ, -1 മൈനസ് ജെ ആകുമ്പോ -1ഉം ഈ -j ഇത് J ആക്സസ് ആണ്. അപ്പൊ -j എന്ന് പറയുന്നത് -1 ഇൻറ്റു ജെ ആണ്. സോ -j ആക്സിസും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് അടുത്ത പോള്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 പോൾസ് വരും. ഇതാണ് ഇമാജിനറി വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ പോൾസ് വരുമ്പോ എന്തൊക്കെ വരും? s ഈക്വൽ ടു -2 ഒരു പോള് വരും, s ഈക്വൽ ടു -3 മൈനസ് 2jയും വരും, s ഈക്വൽ ടു -3 പ്ലസ് 2jയും വരും. അപ്പൊ നേരത്തെ വരച്ച പോലെ J പാർട്ട് കൂടെ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ തന്നിട്ട് പോൾ സീറോ പ്ലോട്ട് ചെയ്യുന്ന 2 രീതിയിലുള്ള പ്രോബ്ലം ആണ്. ഒന്ന് റിയൽ പാർട്ട് മാത്രം വരുന്നതും അടുത്തൊരു ടൈപ്പ് റിയലും ഇമാജിനറിയും കൂടെ വരുന്നതും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പം സർക്യൂട്ട് ആയിരിക്കും തരുന്നത്. അപ്പൊ സർക്യൂട്ടിൽ നിന്ന് z(s) ആദ്യം കണ്ടുപിടിക്കണം ഇക്വേഷൻ. z(s) കണ്ടുപിടിച്ചതിന് ശേഷം പോൾ സീറോ പ്ലോട്ട് ചെയ്യണം. ഓക്കെ,
അപ്പൊ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്യൂട്ടിന്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കുക. അതായത് എസ് ഡൊമൈനിലുള്ള സർക്യൂട്ട് വരയ്ക്കണം. അപ്പൊ സി വന്നാൽ എസ് ഡൊമൈനിൽ എന്താവും? അത് 1/CS ആവും. എൽ വന്നാൽ LS ആവും. ആർ വന്നാൽ ആറ് തന്നെയാണ്. അപ്പോ അത് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരച്ചു. ഇനി ഇസഡ് ഓഫ് എസ് ആ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇസഡ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആ. ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈക്വലന്റ് ഇമ്പിഡൻസ് കണ്ടുപിടിച്ചാൽ മതി. ഈക്വലന്റ് ഇമ്പിഡൻസ് ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഈ 2ഉം S/2 എന്താണ്? പാരലൽ കോമ്പിനേഷൻ. അതിന് സീരീസ് ആയിട്ട് വരും 1/S എന്നുള്ളത്. അപ്പൊ 2 പാരലൽ S/2 ഹോൾ പ്ലസ് 1/S. 2 പാരലൽ S/2 മൊത്തത്തില് പ്ലസ് സീരീസ് വിത്ത് 1/S. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. എന്താ? 2 into S² plus 0.5S plus 2 divided by S into S plus 4 എന്നൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനകത്ത് 2ഉം 2 നമ്മൾ എടുക്കണ്ട, ബാക്കിയുള്ള ഇക്വേഷനെ ഇക്വേറ്റഡ് ടു 0 ചെയ്യാം. അപ്പൊ നമുക്ക് സീറോസ് കിട്ടും. അപ്പൊ S² plus 0.5S plus 2 equal to 0. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വേരിയബിൾസിന് പകരം അതിനകത്ത് ഡിഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡിഗ്രി 2 എടുത്തു കഴിഞ്ഞാൽ A-B-C കൊടുത്താൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കിട്ടും. S² plus 0.5S plus 2 അതിന്റെ സൊല്യൂഷൻ കിട്ടും ഏതൊക്കെയാന്നുള്ള. അപ്പൊ ആ പോയിന്റ്സ് ആയിരിക്കും സീറോസ്. പിന്നെ S into S plus 4 ആകുമ്പോൾ S equal to 0യും S equal to -4 ആയിരിക്കും പോൾസ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇത് കണക്കാണ് കിട്ടുന്നത്. എസിന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.25 ആയിരിക്കും കാൽക്കുലേറ്റർ കാണുന്നത്. ഷിഫ്റ്റ് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് J ടേമും കൂടെ കിട്ടും കേട്ടോ. അപ്പൊ S equal to 2 സീറോസ് ആ വരുന്നത്. S equal to -0.5 minus 1.4 Jയും S equal to -0.25 plus 1.4 Jയും ആണ് കിട്ടുന്നത്. ഇത് രണ്ടും സീറോസ് കിട്ടും. പോൾസ് ഏതൊക്കെ കിട്ടും? S equal to 0യും S equal to -4. ഇനി അത് പ്ലോട്ട് ചെയ്തൂടെ? പ്ലോട്ട് ചെയ്യുമ്പോൾ സീറോസ് ഏതൊക്കെയാ? -0.25ഉം സോറി ഇവിടെ നിന്നാണേ വരേണ്ടത്. ഇതിപ്പോ വരച്ചപ്പോ -1 ആയിപ്പോയി. ഈ -0.25ഉം 1.4ഉം പ്ലസ് 1.4ഉം കൂടെ ജോയിൻ ചെയ്യുന്ന ഇവിടെ ഒരു സീറോ വരും. അതേപോലെ -0.25ഉം -1.4 Jയും കൂടെ ചേർന്ന് ഇവിടെ ഒരു സീറോ വരും. ഇനി പോൾസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? 0യും -4ഉം. അപ്പം പോൾസിന്റെ അവിടെ 0യിലും -4ലും ഇൻഡു മാർക്ക് ഇടണം. 0യുടെ അവിടെ സർക്കിൾ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസും വരും. എന്താണ്? സർക്യൂട്ട് തന്നിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊരു സർക്യൂട്ട് തന്നിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഹോംവർക്ക് ആണ്. അങ്ങനെ 2 ഹോംവർക്ക് ഞാൻ തരുന്നുണ്ട്. ഇതും ഇത് രണ്ടിന്റെയും ഇസഡ് ഓഫ് എസ് ആദ്യം കണ്ടുപിടിക്കുക. ദെൻ ആ പോളിനോമിയലിന്റെ ന്യൂമറേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്യുമ്പോൾ സീറോസ് കിട്ടും. ഡിനോമിനേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്യുമ്പോൾ പോൾസ് കിട്ടും. ഈ 2 പോയിന്റ്സും കിട്ടിക്കഴിഞ്ഞാൽ അത് പോൾ സീറോ പ്ലോട്ടിനകത്തേക്ക് മാപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ഹോംവർക്ക് ആയിട്ട് തരുന്നത്. അടുത്തത് ടൈം ഡൊമൈൻ ബിഹേവിയർ ഫ്രം പോൾ സീറോ പ്ലോട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു പോൾ സീറോ പ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് എഴുതിയേക്കുന്നത്. ടൈം ഡൊമൈൻ ബിഹേവിയർ ഓഫ് എ സിസ്റ്റം ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ദ പോൾ സീറോ പ്ലോട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത്, അതായത് ഒരു പോളിനോമിയൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടാണ് ഇക്വേറ്റഡ് 0 ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് റൂട്ട്സ് വളരെ പെട്ടെന്ന് കിട്ടാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫാക്ടറൈസ് ചെയ്തേക്കുന്ന ഒരു ഇക്വേഷൻ ആയി എഴുതിയേക്കുന്നത് f of s is equal to h. h എന്ന് പറയുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടർ ആണ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. h into s minus z1. z1 എന്ന് പറയുന്ന ആദ്യത്തെ 0 into s minus z2 etc up to s minus zn divided by s minus p1 into s minus p2 etc up to s minus pn. ഇതിനെ equated to 0 ചെയ്യാണ്. അപ്പൊ ഇതിനെ equated to 0 ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ equated to 0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഫറെന്റ് സീറോസ് കിട്ടും. ഇതിനകത്തുള്ള സീറോസ് ഏതൊക്കെയാ? z1 z2 etc up to zn. ഇനി ഡിനോമിനേറ്റർ equated to 0 ചെയ്താൽ നമുക്ക് പോൾസ് കിട്ടും. പോൾസ് ഏതൊക്കെയാണ്? p1 p2 etc up to pn. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുക്കുകയാണ്. ഇപ്പോ നമ്മുടെ when the pole is at the origin, പോൾ എന്ന് പറയുന്ന ഒറിജിനിലാണെങ്കിൽ the function represents a steady state response. അപ്പൊ പോള് നമുക്ക് ഒറിജിനിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. കണ്ടോ, പോൾ സീറോ പ്ലോട്ട് നോക്കിയിട്ട് ഔട്ട്പുട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത് എന്ന് പറയുന്ന പോൾ സീറോ പോൾ എന്ന് പറയുന്ന ഒരു ഒറിജിനൽ പോൾ ഉണ്ടെങ്കിൽ സിസ്റ്റം സ്റ്റഡി സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇതാണ് ഫസ്റ്റ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പോള് ലൈസ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിൻ.
അതായത് ഇവിടെയാണ് നമുക്ക് പോള് വരുന്നത്. അതായത് ഈ ഒരു റിയൽ ആക്സിസിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പോള് വരുന്നെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി അതിന്റെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇമാജിനറി ആക്സിസിലാണ് വരുന്നത്. എപ്പോഴും ഇമാജിനറി ആക്സിസിൽ വരുന്ന പോൾസ് രണ്ട് സൈഡിലും കാണും. ഓക്കെ, ഡബിൾ ആയിട്ടായിരിക്കും, കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ടായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും പോള് വന്നാൽ സിസ്റ്റം ഒരു സൈൻ വേവ് പോലെ ആക്ട് ചെയ്യും. സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ഒരു സൈൻ വേവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് നേരത്തെ ഓപ്പോസിറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോള് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് റൈറ്റ് സൈഡിൽ പോള് വന്നാൽ. ലെഫ്റ്റ് സൈഡിൽ പോള് വന്നാൽ നമ്മൾ എന്താ പഠിച്ചത്? എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പൊ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും ഔട്ട്പുട്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറിയും ആയിരിക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും. അപ്പൊ നമ്മൾ ഇമാജിനറി ആയപ്പോ ഞാൻ പറഞ്ഞു സൈൻ വേവ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ലെഫ്റ്റ് സൈഡിലും കൂടെ ആയാൽ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു സൈൻ വേവ് ആയിരിക്കും, ഡാംഡ് ആയി പോകുന്ന ഒരു സൈൻ വേവ് ആയിരിക്കും. ഇനി അടുത്ത അതിന്റെ ഓപ്പോസിറ്റ്, ഈ ഇമാജിനറിയും ആണ് അതേപോലെ റൈറ്റ് സൈഡിലും ആണെങ്കിൽ സൈൻ വേവ് എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യലി അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സൈൻ വേവ് ആയിട്ട് ഔട്ട്പുട്ട് വരും. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഇതാണ് പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ടൈം ഡൊമൈൻ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇനി അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ദ നെറ്റ്വർക്ക്. പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് എങ്ങനെ നെറ്റ്വർക്ക് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് പോള് വെച്ചിട്ടാണ് നമ്മൾ അത് പറയുന്നത്. സീറോസിനെ ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല. പോൾസ് ആണ് എപ്പോഴും സ്റ്റെബിലിറ്റി ഓഫ് ദ നെറ്റ്വർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ പോൾസ് എപ്പോഴും ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിലാണ് ഉള്ളതെങ്കിൽ സർക്യൂട്ട് സ്റ്റേബിൾ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ, അതായത് പോൾസ് നെഗറ്റീവ് ആണെങ്കിൽ അത് എപ്പോഴും സർക്യൂട്ട് സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ സർക്യൂട്ട് അൺസ്റ്റേബിൾ ആയിരിക്കും പോൾസ്. പിന്നെന്താണ് പിന്നെ ഉള്ളത്? ജെ ഒമേഗ ആക്സിസ്, അതായത് നമ്മുടെ വൈ ആക്സിസിൽ വരികയാണെങ്കിൽ നെറ്റ്വർക്ക് മാർജിനലി സ്റ്റേബിൾ എന്ന് പറയും. ജെ ഒമേഗ ആക്സിസിൽ പോൾ വരികയാണെങ്കിൽ മാർജിനലി സ്റ്റേബിൾ. ഇനി ജെ ഒമേഗ ആക്സിസിൽ മൾട്ടിപ്പിൾ പോൾസ് വരികയാണെങ്കിൽ, മൾട്ടിപ്പിൾ പോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ s+2 ദ ഹോൾ സ്ക്വയർ ചെയ്തപ്പോ s = -2 s = -2 എന്ന് പറഞ്ഞ രണ്ട് പോൾ ഒരേ ലൊക്കേഷനിൽ വന്നില്ലേ, അതാണ് മൾട്ടിപ്പിൾ പോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനം ജെ ഒമേഗ ആക്സിസിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് -j വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. പിന്നെ എപ്പോഴൊക്കെ പോൾസ് എന്താണ് ലെഫ്റ്റ് സൈഡിലേക്ക് എത്രത്തോളം മൂവ് ചെയ്യുന്നു, അതായത് നെഗറ്റിവിറ്റി ഞാൻ എത്രത്തോളം കൂടുന്നോ അത്രയും നെറ്റ്വർക്കിന്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഇത്രയുമാണ് സ്റ്റെബിലിറ്റി ഓഫ് ദി നെറ്റ്വർക്ക് ബൈ യൂസിങ് പോൾ സീറോ പ്ലോട്ട്. പോൾ സീറോ പ്ലോട്ട് നോക്കിയിട്ട് സ്റ്റെബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോ ഒരു എസ് ഡൊമൈനിലെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ടൈം ഡൊമൈനിലേക്ക് മാറ്റാൻ നമ്മൾ ശരിക്കും പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ വെച്ച് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇൻവേഴ്സ് ലാപ്ലേസ് അപ്ലൈ ചെയ്തിട്ടാണ് എസിനെ ടി ആക്കി മാറ്റുന്നത്, ടൈം ഡൊമൈനിലാക്കുന്നത്. അപ്പൊ പോൾ സീറോ പ്ലോട്ട് വെച്ചിട്ട് നമുക്ക് എസ് ഡൊമൈനിലുള്ള ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എഴുതിയേക്കുന്ന I(s) എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഫംഗ്ഷൻ ആണ് ജനറലി എഴുതിയേക്കുന്നത്. h ഞാൻ പറഞ്ഞു ഒരു സ്കെയിൽ ഫാക്ടർ ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. h × s-sa പ്ലസ് s-sb പ്ലസ് എക്സെട്ര പ്ലസ് s-sn. ഇതാണ് ന്യൂമറേറ്റർ പോളിനോമിയൽ. ഇനി ഡിനോമിനേറ്റർ പോളിനോമിയൽ s-s1 മൈനസ് ഇൻറ്റു s-s2 എക്സെട്ര അപ് ടു s-sm. ഓക്കെ, അപ്പൊ ഇതിൽ ന്യൂമറേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സീറോസ് കിട്ടും. ഡിനോമിനേറ്റർ ഇക്വേറ്റഡ് ടു 0 ചെയ്താൽ നമുക്ക് പോൾസ് കിട്ടും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എടുക്കും? പാർഷ്യൽ ഫ്രാക്ഷൻ = a/b/ എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതിന് പകരം ഞാൻ ഇവിടെ ഇപ്പൊ തൽക്കാലം k1 k2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ്സ് എടുക്കുന്നു. ഓക്കെ, k ഫസ്റ്റ് ടേം s-s1 പ്ലസ് k2/k1/s-s1 പ്ലസ് k2 സെക്കൻഡ് ടേം ഡിനോമിനേറ്ററിലെ s-s2 പ്ലസ് എക്സെട്ര പ്ലസ് km ലാസ്റ്റ് ടേം s-sm. ഇങ്ങനെയല്ലേ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് രീതി ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഇവിടെയും ചെയ്യണം. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതിൽ നമ്മൾ പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഈ കോൺസ്റ്റന്റുകളാണ് k1 k2 k3. സാധാരണ നമ്മൾ ചെയ്യുന്ന എസിന്റെ പോളിനോമിയൽസ് എല്ലാം ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ s = 0 കൊടുക്കുക, s = -1 കൊടുക്കുക, അങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. k1 k2 k3 എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റ്സ് നമ്മൾ പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ k1 k2 ന്റെ ഇക്വേഷൻ ആണ്
h into MLA into MLB into etc. up to MLN എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഫ്രം സീറോസ് ടു സെലക്ടഡ് പോൾ. ഞാനിപ്പോ പറയുന്നതേ ഉള്ളൂ, പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഡിസ്റ്റൻസ് ഫ്രം, നമ്മൾ ഒരു പോള് സെലക്ട് ചെയ്ത് വെക്കും, ആ പോളിൽ നിന്ന് ബാക്കി സീറോയുടെ ഡിസ്റ്റൻസുകളാണ് MLA MLB MLN എന്ന് പറയുന്നത്. ഇനി ഇ റേസ് ടു ജെ ഫൈ എൽ എ ഫൈ എൽ ബി ഫൈ എൽ എൻ എന്ന് പറയുന്നത്, ഫൈ എൽ എ ഫൈ എൽ ബി ഫൈ എൽ എൻ എന്ന് പറയുന്നത് സെലക്ടഡ് പോളിൽ നിന്ന് സീറോസിലേക്കുള്ള ആംഗിള്. ഓക്കെ, ഡിവൈഡഡ് ബൈ ML1 ML2 എക്സെട്ര അപ് ടു MLN എന്ന് പറയുന്നത് സെലക്ടഡ് പോളിൽ നിന്ന് അതർ പോൾസ് കാണുമല്ലോ, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഓരോന്നും. ഓക്കെ, ഇ റേസ് ടു ജെ ഫൈ എൽ വൺ ഫൈ എൽ ടു ഫൈ എൽ ത്രീ എന്ന് പറയുന്നത് സെലക്ടഡ് പോളിൽ നിന്ന് ബാക്കിയുള്ള പോൾസിലേക്കുള്ള ആംഗിള്. ഓക്കെ, ഇത്രയാണ് ഇത് ഓരോന്നും ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് K1 K2 K3 എക്സെട്ര Km എന്ന് പറയുന്ന കോൺസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഡ്രോ പോൾ സീറോ പ്ലോട്ട് ഡയഗ്രാം ആൻഡ് ഫോർ ദ ഗിവൺ നെറ്റ്വർക്ക് ഫംഗ്ഷൻ I of S ആൻഡ് ഹെൻസ് ഒബ്റ്റെയിൻ I of T. ഈ ഒരു ഇത് നോക്കണ്ട കേട്ടോ, ഇത് ഞാൻ വരച്ചത് ഇതിനകത്ത് വന്നതാണ്. ഓക്കെ, അപ്പോ I of S എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 20S by S plus 5 into S plus 2. ഇതിൽ ഈ H എന്ന് പറയുന്ന സ്കെയിലിംഗ് ഫാക്ടർ ആണ് ശരിക്കും ഈ 20. ഞാൻ പറഞ്ഞില്ലേ ഒരു കോൺസ്റ്റന്റ് വരും, അതിനുണ്ട് H ആണ് ഈ 20 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂമറേറ്റർ ഇക്വേറ്റഡ് 0 ചെയ്യുമ്പോൾ എന്താ, S ഈക്വൽ ടു 0. സീറോയിൽ ഒരു 0 ഉണ്ടെന്ന് അറിയാം. ഇനി ഡിനോമിനേറ്റർ ഇക്വേറ്റഡ് 0 ചെയ്യുമ്പോൾ നമുക്ക് പോൾസ് കിട്ടും അല്ലേ. ഇപ്പൊ S ഈക്വൽ ടു -5 ഒരു പോൾ ഉണ്ട്, S ഈക്വൽ ടു -2 അനദർ പോൾ ഉണ്ട്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഈ ഒരു ഇക്വേഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, H ഒരു സ്കെയിലിംഗ് ഫാക്ടർ, അത് പോട്ടെ. നമ്മൾ എങ്ങനെ എഴുതും, K1 by S plus 5 അല്ലെങ്കിൽ S plus 2 plus K2 by S plus 5 ആണേ. ഇനി ഇതിന് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താണ്, 1 by S plus A യുടെ ഇൻവേഴ്സ് എന്താ, e raised to -8 ഇല്ലേ. അപ്പൊ K1 e raised to -2t plus K2 e raised to -5t. ഇനി ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ, K1 ഉം K2. അതിനാദ്യം പോൾ സീറോ പ്ലോട്ട് വരയ്ക്കണം. പോൾ സീറോ പ്ലോട്ട് എങ്ങനെ വരും, സീറോയില് ഒരു 0 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ -2ലും -5ലും പോൾസ് ഉണ്ട്. ഇതാണ് പോൾ സീറോ പ്ലോട്ട്. ഇനി നമുക്ക് K1ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഴുതേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, K1 ഈക്വൽ ടു H. H എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലിംഗ് ഫാക്ടർ, ക്വസ്റ്റിന് തന്നെ ഉണ്ട് 20 ആയിരിക്കും സ്കെയിലിംഗ് ഫാക്ടർ. ഇനി M02 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ടഡ് പോള്. K1 എന്ന് പറയുന്ന എന്തിന്റെ ന്യൂമറേറ്റർ ആയിരുന്നു, K1 എന്ന് പറയുന്ന S+2ന്റെ ന്യൂമറേറ്ററാ. S+2 ചെയ്യുമ്പോൾ ഇക്വേറ്റഡ് 0 എന്ന് നമുക്ക് ഏത് പോളാ കിട്ടുന്നേ, -2 എന്ന് പറയുന്ന പോളാ കിട്ടുന്നത്. സോ നമ്മൾ ആ -2 എന്ന് പറയുന്ന പോളിനെ സെലക്ടഡ് പോളായിട്ട് സെലക്ട് ചെയ്ത് അവിടെ വെക്കണം. ഓക്കെ, ആ സെലക്ടഡ് പോള് വിത്ത് റെസ്പെക്ട് ടു അതർ സീറോയും അതർ പോളും ആണ് നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെലക്ടഡ് പോൾ ആയിരിക്കും ഈ സഫിക്സിലെ എല്ലാത്തിന്റെ രണ്ടാമത് വരുന്നത്. നോക്കിക്കേ, M02 e raised to J502 M52 e raised to J552. കണ്ടോ, എല്ലാത്തിന്റെ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ആ സെലക്ടഡ് പോൾ ആണ്, അതായത് K1ന്റെ ഡിനോമിനേറ്റർ വരുന്ന പോൾ. ഇനി M02 എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെലക്ടഡ് പോൾ ആയിട്ടുള്ള -2ൽ നിന്ന് സീറോയിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അതാണ് M02. ഇനി e raised to J502 എന്ന് പറഞ്ഞാൽ e raised to J502 എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ സെലക്ടഡ് പോൾ ആൻഡ് സീറോ. സീറോ എന്ന് പറയുന്നത് ഇത് സീറോ, ആ സീറോ പൊസിഷനിൽ 0 വന്നോണ്ടാണ്. ഇപ്പൊ 1 പൊസിഷനിൽ 0 വന്നെങ്കിൽ ഇത് മാറിയിട്ട് എന്താവും, M12 into e raised to J512 എന്ന് വരും. നമുക്ക് വന്നേക്കുന്ന സീറോയിൽ ആയതുകൊണ്ടാണ് M02 എന്ന് എഴുതിയേക്കുന്നത്. ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുത്ത ഡിനോമിനേറ്റർ വരുന്ന സെലക്ടഡ് പോളും അതർ പോളും തമ്മിലുള്ള റിലേഷൻ, അതായത് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് എഴുതും, M52 എന്ന് എഴുതും. e raised to J552 എന്ന് പറയുന്ന ഈ 2ഉം -2ഉം അതർ പോളായിട്ടുള്ള -5 തമ്മിലുള്ള ആംഗിള് അതായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ന്യൂമറേറ്ററിലെ ഫസ്റ്റ് ടേം M02 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം 0 ടു ദ സെലക്ടഡ് പോൾ. അപ്പൊ ആദ്യത്തെ സീറോയിൽ നിന്ന് സെലക്ടഡ് പോൾ ഏതാ, -2 ആണ് നമ്മുടെ സെലക്ടഡ് പോൾ. അതിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ്സ് ഉണ്ട്,
0 in -1 ഒരു യൂണിറ്റ്, -1 in -2 ഒരു യൂണിറ്റ്. സോ M02 എന്ന് പറയുന്നത് 2 ആണ്, 2. അതിന്റെ വാല്യൂ 2. ഓക്കെ, ഇനി e⁻j502 കണ്ടുപിടിക്കണം. e⁻j502 ഈ 502 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 502 എന്ന് പറയുന്നത് ആംഗിൾ ഫ്രം 0 to the selected pole. ഓക്കെ, 0യിൽ നിന്ന് സെലക്ടഡ് പോളിലേക്ക്. അപ്പം 0 എവിടെ കിടപ്പുണ്ട്? 0യിൽ നിന്ന് സെലക്ടഡ് പോളിലേക്ക്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളതാണ്. അപ്പൊ നമുക്കൊരു ആംഗിളിന് ഒരു കൺവെൻഷൻ ഉണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ അത് 180 ഡിഗ്രി ആയിരിക്കും, റൈറ്റിലോട്ട് നോക്കിയാൽ അത് 0 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ 0യിൽ നിന്നാണ് സെലക്ടഡ് പോളിലേക്ക് നോക്കാനുള്ളത്. അപ്പൊ ഏത് ഡിറക്ഷനാ? ഇങ്ങോട്ടുള്ള ഡിറക്ഷനാ. സോ എന്ത് ആംഗിൾ എടുക്കണം? 180 ഡിഗ്രി. അപ്പോ 502 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. e⁻j502 അല്ലേ 180 ഡിഗ്രി? 502 ആണ് 180 ഡിഗ്രി. അപ്പൊ e⁻j502 എന്ത് കിട്ടും? e⁻j180, അതായത് cos 180 പ്ലസ് j sin 180 അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ന്യൂമറേറ്റർ കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്ററിൽ എന്താ ടേം ഉള്ളത്? ഡിനോമിനേറ്ററിൽ M52 കണ്ടുപിടിക്കണം, അതേപോലെ e⁻j552 കണ്ടുപിടിക്കണം, ഇല്ലേ? M52 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെലക്ടഡ് പോൾ ആൻഡ് അതർ പോൾസ്. ഇവിടെ അതർ പോൾ ഏതുണ്ട്? സെലക്ടഡ് പോള് -2, അതർ പോള് -5. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ്സ് ഉണ്ട്? 3 യൂണിറ്റ്സ് ഉണ്ട്. സോ M52ന്റെ ആൻസർ എത്ര? 3. ഇനി 552 അല്ലേ? 552 എന്ന് പറയുന്ന ആംഗിൾ ഫ്രം പോൾസ് ടു ദ സെലക്ടഡ് പോൾ, അതായത് സെലക്ടഡ് പോളിലോട്ട് വേണം നോക്കാൻ, അതർ പോളിൽ നിന്ന്. അപ്പൊ അതർ പോളിൽ നിന്ന് സെലക്ടഡ് പോളിലോട്ട് പോകുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടാ. അപ്പൊ ഡയറക്ഷൻ റൈറ്റിലോട്ടാണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? റൈറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ആംഗിൾ 0 ഡിഗ്രി ആണ്. കണ്ടോ? അപ്പം 0 ഡിഗ്രി. അപ്പൊ e⁻j0 എന്ന് വരും. e⁻j0 എത്ര? sin 0 പ്ലസ് j cos 0. അപ്പം എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി. എച്ചിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നെ കിട്ടി 20. M02 എന്ന് പറയുന്നത് 2 കിട്ടി. 502 എന്ന് പറയുന്നത് 180 കിട്ടി. M52 എന്ന് പറയുന്നത് 3 കിട്ടി. 552 എന്ന് പറയുന്നത് 0 കിട്ടി. അപ്പൊ ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? M02 എച്ചിന് വരെ 20 കൊടുക്കാം, M02 വരെ 2 കൊടുക്കാം, e⁻j502 വരെ ഇവിടെ 180 കൊടുക്കാം, M52 എന്ന് പറയുന്നത് 3, e⁻j52 എന്ന് പറയുന്നത് 0. ഓക്കെ, ഇപ്പൊ e⁻j0 ഇതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 20 × 2 × e⁻j180 ഡിവൈഡഡ് ബൈ 3 × e⁻j0 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടും? e⁻j0 1 ആണ്. അപ്പൊ 20 × 2 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 13.33 × e⁻j180. e⁻j180 എന്ന് വെച്ചാൽ cos 180 പ്ലസ് j sin 180. അത് ചെയ്യുമ്പോഴത്തേക്ക് -13.33 എന്ന് ആൻസർ കിട്ടും. അപ്പൊ K1ന്റെ ആൻസർ കിട്ടിയേ. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷനിൽ ചെന്ന് K1ന് ഇട്ട് കൊടുക്കാം വാല്യൂ. എത്രയാ? -13.33. ഇനി ഇതുപോലെ സെക്കൻഡ് പോള് K2 കണ്ടുപിടിക്കാൻ വേണ്ടി K2ന്റെ താഴെ നമ്മൾ എഴുതിയത് S+5 ആ. അപ്പൊ S+5 ആകുമ്പോഴത്തേക്കും പോള് -5 അപ്പൊ സെലക്ടഡ് പോള് മാറി. സെലക്ടഡ് പോൾ ഇപ്പം -5 ആയി. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിലുള്ള M05 എന്തായിരിക്കും? ഈ 0യിൽ നിന്ന് സെലക്ടഡ് പോളിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ്സ് വരും? 5 യൂണിറ്റ്സ് വരും. ഇനി e⁻j05 എന്ന് പറയുന്നത് 0യിൽ നിന്ന് സെലക്ടഡ് പോളിലോട്ടുള്ള ആംഗിൾ എത്രയാ? 180 ഡിഗ്രി. ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്കാണ് നോക്കുന്നത്. സോ 180 ഡിഗ്രി വരും. ഇനി അടുത്തത് ഡിനോമിനേറ്റർ M25 എന്ന് പറയുന്നത് എന്താ? അതർ പോൾ, അതായത് സെലക്ടഡ് പോളും അതർ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 യൂണിറ്റ്സ്. കണ്ടോ? 3. ഇനി അടുത്ത എന്താണ്? അതർ പോളിൽ നിന്ന് സെലക്ടഡ് പോളിലോട്ടുള്ള ആംഗിൾ. ഇത് തിരിച്ചിങ്ങോട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും നോക്കുന്നത്. സെലക്ടഡ് പോള് -5 അതിലോട്ട് നോക്കണം. സോ ഈ ഡിറക്ഷൻ ആണ്. അപ്പൊ 180 തന്നെ വരും. നമുക്ക് ഇവിടെയും വാല്യൂസ് എല്ലാം കിട്ടി. വാല്യൂസ് എല്ലാം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 33.33 എന്ന് K2ന് വാല്യൂ കിട്ടും. സോ നമ്മൾ അവിടെ എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ I(t)യുടെ ഇക്വേഷൻ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, എഴുതി വെച്ചേക്കുവാ അല്ലേ? K1 നമുക്ക് -13.33 കിട്ടി. e⁻−2t പ്ലസ് 33.33 e⁻−5t. 33.33 e⁻−5t. അപ്പൊ നമ്മുടെ S ഡൊമൈനിലെ I(s) ഇപ്പം ടൈം ഡൊമൈനിലെ എന്തായിട്ട് മാറി? I(t) ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. ഇതിനകത്ത് ഒരു ഹോംവർക്കും കൂടെ ഞാൻ തരാം, ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്വസ്റ്റിന് പകരം I(s) = 10s ഡിവൈഡഡ് ബൈ s+4 × s+6
10s divided by s plus 4 into s plus 6. ഇത് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തൊരു പോൾ സീറോ പ്ലോട്ട് വരച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിടണം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ശരി, താങ്ക് യു. നോട്ട് എഴുതിയിട്ട് മെയിൽ അയക്കണം.